ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, ആദരണീയനായ ആലഞ്ചേരി പിതാവ്, പിതാവ്, പ്രിയമുള്ള അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സെമിനാരിക്കാരായിട്ട് ഉള്ളവര്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഫുൾട്ടൻ ജേഷിയിൽ ഈശോയുടെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ധ്യാന പ്രസംഗത്തിൽ അദ്ദേഹം നല്ല കളനെ പറ്റി പറയുന്നുണ്ട്. അവസാനം ആ പ്രസംഗത്തിന്റെ അവസാനത്തില് അതിശുദ്ധനായ ജീവിതം നയിച്ചിരുന്ന, ഇപ്പോൾ വിശുദ്ധിയുടെ പദവുള്ള സഭ അംഗീകാരം കൊടുക്കാൻ ഒരുങ്ങുന്ന ഫുൾട്ടൻ ജേഷി പറയുന്നു, ഞാനും ഒരു നല്ല കളനാണ്. ദൈവത്തിന്റെ കാരുണ്യം മറച്ചു പിടിച്ച് എന്നെ മറ്റ് അധികാരികൾ എന്റെ കുറവുകൾ, എന്റെ ബലഹീനതകൾ കാണാത്തതുകൊണ്ട് സ്വർഗീയ സമ്മാനം ലഭിച്ച നല്ല കളന് തുല്യമായിട്ട് ഫുൾട്ടൻ ജേഷിയിൽ തന്നെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതേ വികാരത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം കാരുണ്യം കാണിച്ച ഒരു നല്ല കളൻ. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോടെല്ലാം എനിക്ക് പ്രത്യേകമായിട്ടൊരു അസൂയ തോന്നുന്നുണ്ട്. കാരണം അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവരവരുടെ രൂപതകളിൽ വിശ്വാസികൾ ധാരാളമാണ്. എനിക്ക് ആരുമില്ല, നിങ്ങളൊക്കെ പക്ഷെ നിങ്ങൾ എല്ലാവരും എനിക്കുണ്ട്. എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്നതിന് നിങ്ങളെല്ലാവരും ഏറെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം, റോമിൽ വന്നിട്ട് ഞാൻ 25 വർഷങ്ങളായി. പ്രത്യേകിച്ച് ഇവിടെയുള്ള അൽമായരായിട്ടുള്ളവര്, നമുക്കറിയാം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ കുറവ് ഉണ്ടായിട്ടും തങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ, ഇവിടെ കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തില് കുടുംബത്തെ ഒക്കെ അവരുടെ മക്കളെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ വേണ്ടി കുർബാനയർപ്പിക്കുന്ന, ബലിയർപ്പിക്കുന്ന ജീവിതങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിവിടെ വന്ന ഇന്നത്തെ ദിവസം നമ്മൾ അഭിമന്യ പിതാവ് പറഞ്ഞതനുസരിച്ച്, ബാബുജൻ പറഞ്ഞതനുസരിച്ച്, പിതാവിനെ പോലും സമയം കുറിച്ച് പറഞ്ഞ ക്ലെമന്റസിനെ ഒക്കെ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിങ്ങൾ വന്നു കൂടിയതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനൊക്കെ കൃത്യമായിട്ട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഇന്ന് ഈ ദിവസം നിങ്ങളോട് ഒരുക്കിയത് നിങ്ങളുടെ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും വാഗ്ദാനമായിട്ട് കാണുകയും ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും എൻ്റെ അധ്യാപകർ പ്രൊഫസർ സാറൊക്കെ ഇവിടെ എൻ്റെ കൂടെ പഠിച്ചവരോട് ഉണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വളരെയേറെ ബുദ്ധിമുട്ടി. അവർ നൈറ്റ് ജോലി ചെയ്യുന്നവര് ധാരാളമുണ്ട്, മറ്റ് അധ്വാനം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെമിനാരിക്കാരും ഇവിടെ പഠിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരും എല്ലാവരും ഓരോരോ രീതിയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ എല്ലാവരെയും നന്ദിയോടെ ധന്യമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഇവിടെയുള്ള അഭിമന്യ പിതാക്കന്മാര്, പ്രത്യേകിച്ച് അഭിമന്യ മറ്റു പിതാവിനോടുള്ള കൃതജ്ഞത നിസ്സീമമാണ്. അഭിമന്യ പിതാവിൽ നിന്നാണ് എനിക്ക് മെത്രാഭിഷേകം ലഭിച്ചത്. പിതാവ് അന്ന് അതിന്റെ തലേ ദിവസം ഓസ്ട്രേലിയയിലായിരുന്നു. വെളുപ്പിന് 12 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഓടിയെത്തി പിതാവ് ആ കാര്യത്തിൽ വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പിതാവിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ ആലഞ്ചേരി പിതാവ് ഒത്തിരിയേറെ സ്നേഹത്തോടെ എപ്പോഴും എന്നോടൊത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന കാലത്ത് വികാരി നേതാവായിരിക്കുന്ന അവസരത്തില് അന്ന് തൊട്ട് പിതാവിനെ അറിയാം. പിതാവിന്റെ
ജനങ്ങളോടുള്ള അടുപ്പവും സ്നേഹവും നല്ലവരുടെയും അടുത്തുള്ള രീതികളുമൊക്കെ അന്നു മുതലുള്ള അടുപ്പം എന്നും പിതാവ് കാത്ത് സംരക്ഷിച്ചു. പിതാവിന്റെ സ്നേഹത്തിന് പിതാവിന് നൽകിയ അനുഗ്രഹ വചസ്സുകൾക്കും ആശംസകൾക്കെല്ലാം നന്ദി പറയുകയാണ്. അഭിനന്ദ സ്നേഹപിതാവാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത പിതാവ്. അന്ന് ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പിതാവ് നിരന്തരം വിളിക്കുകയും അന്നപ്പോൾ തൊട്ട് പിതാവ് ആസൂത്രണം ചെയ്യുന്നതാണ്. വളരെ കുറച്ച് സമയമുണ്ടായിരുന്നു. സന്ദർഭത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടി നടത്തണം പിതാവി എന്ന് പറഞ്ഞ് വളരെയേറെ ശ്രമിച്ചു. അതിന്റെ ഒരു ഫലമാണ് ഇന്നിവിടെ ഇത്ര മനോഹരമായ രീതിയിൽ ഇവിടെ ഒരുക്കിയത്. പിതാവ് അതുപോലെ തന്നെ നാട്ടിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മിത്രാഭിഷേകത്തിന്റെ അവസരത്തിൽ പിതാവിന് ഏറ്റവും നന്ദി അദ്ദേഹത്തോട് ഞാൻ ഓർക്കുകയാണ്. പറയേണ്ട കാര്യമില്ല. എന്റെ സഹോദരനാണ് പിതാവ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഇവിടുത്തെ ജോലി, ഇവിടുത്തെ ഈ കർദിനാൾ സ്ഥാനത്തെത്തി, അതുപോലെ അടുത്ത ഞായറാഴ്ച മാപ്പാപ്പയുടെ ഒരു യാത്രയുണ്ട്, അത് ഒരുക്കിക്കൊണ്ടുകൂടിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഉള്ള സമയത്ത് ഇതെല്ലാം കൂടെ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴേ പിതാവ് എന്നെ വിളിച്ച് അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കാര്യമൊന്നും പിതാവ് അറിയണ്ട, ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിതാവ് ശരിക്കും കുറച്ച പാറ പോലെ നിന്ന പിതാവ് എന്നെ സഹായിച്ച സാഹോദര്യം ഒരിക്കലും മറക്കാവുന്നതല്ല. അതുപോലെ തന്നെ